ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ സിറത്തിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. നമുക്കിടെ എല്ലാവരുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചൽ, മുടി പൊട്ടിപ്പോകുക, താരൻ, അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കുക, പിന്നെ ചകിരി പോലെ ഒട്ടും തന്നെ സോഫ്റ്റ് ഇല്ലാത്ത മുടി. ഇതെല്ലാവരുടെയും മിക്ക ആൾക്കാരുടെയും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സിറം വെച്ചുകൊണ്ട് അതെല്ലാം തന്നെ മാറ്റി നമ്മുടെ മുടി നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ട് ഒരു അടിപൊളി ആയിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കാനായിട്ട് 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ 365 ദിവസം നമുക്ക് കിട്ടുന്ന കാര്യമാണ് കേട്ടോ. ബാക്കി 2 നമുക്ക് പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചു മേടിക്കണം. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ പറയുന്ന രീതിക്ക് പോയിട്ട് മേടിക്കുക കേട്ടോ. ഒത്തിരി വിലയൊന്നുമില്ല, ചെറിയ രീതിക്ക് തന്നെ നമുക്കത് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറം നമുക്ക് കഷ്ണിത്തലയിൽ പോലും നമ്മുടെ മുടി വളർത്തിയെടുക്കാം കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു റെമഡിക്കകത്ത് അടങ്ങിയിരിക്കുന്നത്. ഗൈസ്, നമുക്ക് വീഡിയോ പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു ബൗളിനകത്ത് 200 ml വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ വാട്ടറാണ് കേട്ടോ. അതിനകത്തേക്ക് നമ്മളിവിടെ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഏത് ചായപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ബ്രാൻഡിന് നല്ല ക്വാളിറ്റി നോക്കി മേടിക്കുക. എന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ടീസ്പൂണോ ആയിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ. ആ തിളപ്പിച്ചിട്ട് അതങ്ങ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് മാറ്റി കൊണ്ടുവരണം. അപ്പോൾ ഫിൽറ്റർ ചെയ്ത് മാറ്റി അതിനകത്തേക്ക് ഒഴിക്കുന്നതും അതിനകത്ത് ആ ഒരു ചൂടോട് കൂടി തന്നെ ഇതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. പെട്ടെന്ന് അങ്ങ് ഫോൺ അങ്ങ് ഹാങ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ മിസ്സായിപ്പോയിട്ട്, അപ്പോൾ ഞാനത് പറയാം എന്തൊക്കെ ചേർത്തിന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ ആ ചൂടോട് കൂടിയിട്ടുള്ള ആ ഒരു ടിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ചായപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള ടിക്കേഷൻ, ആ ചൂടോട് കൂടിയിട്ട് തന്നെ അതിനകത്തേക്ക് നമ്മളോട് പച്ചരിയും നമ്മുടെ ചണവിത്തും, ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ പച്ചരിയും 2 ടീസ്പൂൺ ചണവിത്ത്. ചണവിത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഈ 2 കാര്യമാണ് നമ്മൾ ഈ ഒരു ടിക്കേഷനിൽ നമ്മൾ ഈ ഒരു ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് എടുത്തിട്ടുള്ള. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ആ ഒരു ടിക്കേഷൻ മാത്രം കൊണ്ടുവന്നിരിക്കുന്ന ആ ചായപ്പൊടിയുടെ ചണ്ടിയൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അത് മാറ്റിയിട്ട് ആ ഒരു വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ആ ഒരു ടിക്കേഷൻ. എന്നതിന് ശേഷം ആ ഒരു ചൂടുള്ള ടിക്കേഷനകത്താണ് നമ്മൾ ഈ ഒരു ചണവിത്തും നമ്മുടെ പച്ചരിയും കൂടി ചേർത്ത് കുതിർക്കാനായിട്ട് 1 മണിക്കൂർ നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കുതിർക്കാനെടുക്കുന്ന ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഫോണൊന്ന് ഹാങ് ആയിപ്പോയി, അങ്ങനെ അങ്ങ് പോയിട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി അങ്ങ് ചേർത്ത് നമ്മൾ ഗ്യാസ് അങ്ങ് ഓൺ ചെയ്തിട്ട് ഒരു 5-8 മിനിറ്റ് അങ്ങ് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ് ആ വെള്ളത്തിൽ അങ്ങ് കിടന്നിട്ട് നമുക്കൊരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് തിളപ്പിച്ചിട്ട് നമ്മളത് തണുത്തതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കതങ്ങ് ഒഴിച്ച് മാറ്റി കൊണ്ടുവരാം. അപ്പോൾ കഴിഞ്ഞില്ല, ഇതിനകത്തേക്ക് ഇനി 2 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കൂട്ട് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്ത് വന്നതിന് ശേഷം വേണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കർപ്പൂരമാണ്. നമുക്ക് പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചിട്ട് കിട്ടും കേട്ടോ. ചുടുകർപ്പൂരം, പച്ചക്കർപ്പൂരം എന്നുണ്ട്. പച്ചക്കർപ്പൂരം തന്നെ മേടിക്കാനായിട്ട് നോക്കുക. അത് കൈവച്ച് ഇതുപോലെ ഞെരടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അത് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടത് ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ലാണ്. അത് 1 ടീസ്പൂണോളം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു ഹെയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി എന്ന്. സോറി കേട്ടോ, 3 ഇൻഗ്രീഡിയൻ്റ് അല്ല, നമുക്ക് ടോട്ടൽ 5 ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. അതുപോലെ നിങ്ങൾക്കുള്ളൊരു സംശയമാണ് ഈ ഒരു സ്റ്റോർ ബോട്ടിൽ ആലോവേറ ജെല്ല് അല്ലാതെ വീട്ടുവളപ്പിലുണ്ടായിട്ടുള്ള ആലോവേറ ജെല്ല് ചേർക്കാമോ എന്നുള്ളത്. നിങ്ങൾക്ക് ചേർക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടിക്കേഷൻ ഉണ്ടാക്കി അതിനകത്തേക്ക് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇതങ്ങ് തിളപ്പിക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുവളപ്പിൽ ഉണ്ടായിട്ടുള്ള ആലുവേറയുടെ ജ്യൂസ് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം വേണം ഇത് കഴിക്കളയാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വരുന്ന ആഴ്ചകളിൽ നമുക്കിത് 2-3 തവണ മാത്രമായിട്ട് അങ്ങ് ചെയ്തു വരാം കേട്ടോ. നമുക്ക് അടുപ്പിച്ചൊരു 3 ദിവസം ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസങ്ങളിൽ ഉപയോഗിച്ചാലും മതിയാകും. ഓക്കെ ഗൈസ്, നമുക്കിത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ആരും തന്നെ തണുപ്പോട് കൂടിയിട്ട് അങ്ങ് എടുത്ത് ഉപയോഗിക്കരുത് കേട്ടോ. ഓരോ തവണ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ ഒരു കർപ്പൂരം നല്ലവണ്ണം മെൽറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്തുകൊണ്ട് എൻ്റെ കർപ്പൂരം ഒന്നും നന്നായിട്ട് മെൽറ്റ് ആയിട്ടില്ല. അപ്പോൾ നല്ലവണ്ണം മെൽറ്റ് ആയതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഓരോ തവണ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്.